ഇപ്പോൾ തീരുമാനം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വീണ്ടും ഒരു വാർത്താ മണി മുഴങ്ങുന്നു. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിൽ SFIOയുടെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറുന്നു. പകർപ്പ് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു. കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇന്ന് ഇഡിക്ക് ലഭിക്കും. SS ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. SS ശരൺ, ഒടുവിൽ ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറുകയാണ്. ഇനി ഇഡിക്ക് ഈ വിഷയത്തിൽ ഈ കുറ്റപത്രം പരിശോധിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാം, അല്ലേ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അതായത് SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇഡിക്ക് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഈ ECIR രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഇഡി അന്വേഷണം നിലച്ചിരുന്നു. പക്ഷേ SFIOയുടെ കുറ്റപത്രം വന്നതോടുകൂടി, അതായത് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ കൃത്യമായി തന്നെ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു നിയമോപദേശമാണ് അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് വിശദമായി തന്നെ പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കവും ഇഡി നടത്തുക. അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല, CMRL MD, CMRL ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കടക്കം നോട്ടീസ് നൽകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് ഇനി ഇഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് എപ്പോഴായിരിക്കും ഈ കുറ്റപത്രം ഇഡിക്ക് ലഭിക്കുക എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിനിപ്പോൾ ഉത്തരമായിരിക്കുന്നു. ഇന്ന് തന്നെ ഇഡിക്ക് ഈ കുറ്റപത്രം ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ വിചാരണ കോടതി അംഗീകരിച്ചു. ആ കുറ്റപത്രം ആയി അത് മാറി. അതിൽ 11ാമത്തെ പ്രതിയായിട്ട് വീണ വിജയനുണ്ട്, 12ാമത്തെ പ്രതിയായിട്ട് എക്സാലോജിക് ഉണ്ട്. അപ്പം ഈ 13 പേർ പ്രതികളായിരിക്കുന്ന ഈ കേസിൽ കുറ്റപത്രം ഇഡിക്ക് ലഭിക്കുന്നതോടുകൂടി ഇഡിക്ക് ഇനി CMRLന്റെയും അതേപോലെ എക്സാലോജിക്കിന്റെയും എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം നടത്താനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ തെളിഞ്ഞിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, അത് സംബന്ധിച്ചുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളിലും കൃത്യമായ അന്വേഷണം ഇഡിക്ക് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ വർഷം മാർച്ചിൽ ECIR രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. CMRL MDയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പുറമെ തന്നെ CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെ തന്നെ മറ്റ് ചില ആളുകളെ കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം അന്വേഷണം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനും ഇഡി തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അതായത് ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഇഡി ECIR രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അതിന്റെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ഇഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ SFIO സമർപ്പിച്ചിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഈ കമ്പനി കാര്യ നിയമത്തിലെ ചട്ടം 447 പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ക്രിമിനൽ ഒഫൻസായി നിലനിൽക്കുന്നു. അതൊരു വഞ്ചനാ കുറ്റമാണ്. കാരണം ഈ കള്ളക്കണക്കുകളുടെ പേരിലുള്ള ഈ പണമിടപാടുകൾ, ഒപ്പം തന്നെ സേവനം നൽകാതെയുള്ള പണം കൈപ്പറ്റലും ഒക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വഞ്ചനാ കുറ്റമാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഇടപാടുകൾ, അതായത് കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ വരുന്നതിനാൽ തന്നെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾക്ക് പോകാം എന്നുള്ളതാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഇപ്പോൾ SFIOയുടെ കുറ്റപത്രത്തിന്റെ പകർപ്പ് വിശദമായി തന്നെ പരിശോധിക്കാൻ ഇഡി ഒരുങ്ങുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇഡിക്ക്. അതിനുശേഷം ഈ 13 പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ള ഈ പ്രതികൾക്കെല്ലാം തന്നെ നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഇഡി ഇതോടൊപ്പം നടത്തുക.